Okay, good morning, students. Good morning, teacher. Good morning, teacher. Okay, switch on your videos. അമൃത, അഫ്താബ്, മുഹമ്മദ് ഫുവാദ് വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. അഹ്സാന, ആൻഡ് ഫർഹാൻ. ഓക്കെ, ഇന്നലെ ഇല്ലാതിരുന്ന ഒരുപാട് മുഖങ്ങൾ ഇന്ന് കാണുന്നുണ്ടല്ലോ. ഇന്നലെ എവിടെയായിരുന്നു ഫർഹാനമ്മേ? ലിങ്ക് കിട്ടിയില്ല. ലിങ്ക് കൈവിട്ട് പോയോ? അത് ആപ്പിൽ കയറിയപ്പോ ക്ലാസ് ഇല്ലാന്ന് കാണിക്കുന്നു. ക്ലാസ് ഇല്ലാന്ന് കാണിക്കുന്നു. ക്ലാസ് ഇല്ലാന്ന് കാണിക്കുമായിരുന്നോ? അപ്പൊ എന്തുകൊണ്ടാന്ന് ഓഫീസിലേക്ക് വിളിക്കാതിരുന്നേ? ഞാൻ വിചാരിച്ച ക്ലാസ് ഉണ്ടാവില്ല. അത്ര നേരോട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വല്ല ചുമ്മാ എന്തിനാ ഓഫീസിലേക്ക് വിളിച്ച് വേണ്ടാത്ത വയ്യാവേലി വാങ്ങിച്ചു വിട്ടണേ അല്ലേ? അത്ര നേരോടും കിടന്നുറങ്ങിയ നമ്മുടെ പരിപാടി തീർന്നു. ഫർഹ, ഫോണിലെ യൂസേജ് ഒക്കെ നിർത്തിക്കോ, ഫോണൊക്കെ നേരെയാക്കിക്കോട്ടോ. ദിയ, നാസർ എവിടെയായിരുന്നു ഇന്നലെ? കേറാൻ പറ്റുന്നില്ലായിരുന്നോ? ഇന്നലെ ഒത്തിരി പേര് ആബ്സെന്റ് ആയിരുന്നു. ഫഹ്മിദ, എനിക്ക് വയ്യാത്തോണ്ടാണ്. അഫ്താബോ? വയ്യായിരുന്നു. അപ്പൊ ആ ഒരു ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ടീച്ചർ കൂടുതലൊന്നും ചോദിക്കൂലല്ലോ അല്ലെ? പനി, ചുമ, ജലദോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. ഫർഹാൻ സത്യം പറഞ്ഞു, ഇന്നലെ ലിങ്ക് കിട്ടിയില്ല, ലിങ്ക് വിട്ടുപോയി. ദിയ ബിലാൽ, ഇന്നലെ എവിടെയായിരുന്നോ? നെറ്റ് ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഓരോരോ കാരണങ്ങൾ ക്ലാസ് മുടക്കാൻ. നമ്മുടെ പരസ്യം കാണിക്കും പോലെ പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറഞ്ഞ പോലെ ക്ലാസ് എങ്ങനെയും മുടക്കാൻ തലേദിവസം രാത്രിയെ തൊട്ട് എന്തെങ്കിലും പ്ലാനുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോ അടുത്ത ഒരു പിന്നെ ആരുണ്ടായിരുന്നേ? പിന്നെ എല്ലാരും തന്നെ ഉണ്ടായിരുന്നു. ഏഞ്ചൽ ഉണ്ടായിരുന്നു, വൈക്കാൻ. മാന ഉണ്ടായിരുന്നില്ല. പറഞ്ഞ മാന എവിടെയായിരുന്നോ? കേട്ടില്ല. തലവേദനയായിരുന്നു, അതുകൊണ്ട് കേറാൻ പറ്റിയില്ല. സുഖമില്ലാത്തോണ്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാരും നോട്ട്ബുക്കും ക്ലോസ് ചെയ്തോട്ടോ. ക്ലോസ് യുവർ നോട്ട്ബുക്സ്, ക്ലോസ് യുവർ നോട്ട്ബുക്സ്, ക്ലോസ് യുവർ നോട്ട്ബുക്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എന്ന് വല്ല ഐഡിയയും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ നമുക്കൊരു അതായത് നമുക്ക് ടോട്ടൽ പേയേഴ്സിന്റെ എണ്ണം ഒരുപാട് ഗ്രേറ്റർ ആണ്, അതായത് എഴുതി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള കേസുകളാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു ഫുവാദെ ടോട്ടൽ പേയേഴ്സ് കണ്ടുപിടിക്കുക? ടോട്ടൽ പേയേഴ്സ് നമ്മൾ എങ്ങനെ കാണും? ഫോർ എക്സാമ്പിൾ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ദേ ഇവിടെ ശ്രദ്ധിച്ചോളുക. 5A 20 ഗേൾസും 10 ബോയ്സും ആണുള്ളത്. 5B 15 ഗേൾസും 15 ബോയ്സും ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചുകൊണ്ട് ടോട്ടൽ പേയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഫുവാദെ? ടോട്ടൽ പേയേഴ്സ് ആരെയൊക്കെ പ്ലസ് ചെയ്യും? 5A എല്ലാം കൂടി പ്ലസ് ചെയ്യും. അപ്പൊ ഇത് പറഞ്ഞേ, ടോട്ടൽ എത്രയാ വരുന്നേ? 20 + 10 30. 20 + 10 30. 15 + 15 30. ആഡ് ചെയ്തു. ഇതാണ് ടോട്ടൽ പേയേഴ്സ്. അപ്പൊ ഇതിനകത്ത് 30 എന്ന് പറയുന്നതാണ് ടോട്ടൽ പേയേഴ്സ്. അല്ല,
ഇത്ര ഓർക്കണുള്ളൂ. ആ ഫർഹാൻ ബിൻ ഇന്നലെ എവിടെയായിരുന്നു? ഉറങ്ങിപ്പോയി. ഇന്നലെ ഉറങ്ങിയതുകൊണ്ട് ഇന്ന് നേരത്തെ എണീറ്റു അല്ലേ? ഒന്ന് പറഞ്ഞേ ഫർഹാൻ സാർ, ടോട്ടൽ പേയേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ പേയേഴ്സ് എങ്ങനെയാണ് ഫർഹ? 13 into പറ. 30. 30 into 30. It's a number. അത് 30 plus 30 ആണോ? Plus. പറഞ്ഞേ ഫർഹ. 13 plus 13. 13 plus 13. ഒന്ന് പറഞ്ഞേ ഫർസാന നാസർ, 13 plus 13 ആണോ 30 into 13 ആണോ? 30 into 30. 30 into 30 ആണ് ചെയ്യേണ്ടത് ടോട്ടൽ പേയേഴ്സ്. അപ്പൊ എത്ര വരും? നോക്കിക്കോട്ടെ. 5A ടോട്ടല് 30 സ്റ്റുഡൻസ് ആണുള്ളത്. 5Bയിലും ടോട്ടൽ 30 സ്റ്റുഡൻസ് ആണുള്ളത്. കാരണം 15 plus 15, 20 plus 10. അപ്പൊ ടോട്ടൽ പേയേഴ്സ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 30 into 30 മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടുന്നേ? 30 into 30 900 ആണ് ടോട്ടൽ പേയേഴ്സ് കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കണം അഷ്നാനീഷ്? സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ പേയേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ ആദ്യം ഇനി ഇതുമായിട്ട് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ടത്? ബോത്ത് ഗേൾസിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ബോത്ത് ഗേൾസിന്റെ നമ്പർ ഓഫ് പേയേഴ്സ് ആണ് കേട്ടോ, ടോട്ടൽ അല്ല. നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ബോത്ത് ഗേൾസ് ആണ്. പറഞ്ഞോ, നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ബോത്ത് ഗേൾസ്. 20 plus 15 into 15. 20 into 15 ആണ് കേട്ടോ. 20 into 15 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 into 15 എത്ര കിട്ടും? അതായത് 5Aയിലെ 20 ഗേൾസും 5Bയിലെ 15 ഗേൾസും കൂടിയും അതിന്റെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടുക? എത്രയാ? ആണോ? 300 പേയേഴ്സ് ആണ് വരിക കേട്ടോ. രണ്ടാമത് ആരെ കണ്ടുപിടിക്കണം അക്സ? ബോത്ത് ബോയ്സിന്റെ നമ്പർ ഓഫ് പേയേഴ്സ് ആണ് കാണേണ്ടത്. നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ബോത്ത് ബോയ്സ്. എത്ര വരുന്നേ? 10 into 15. അതായത് ഇവിടെ 10 ബോയ്സ് ആണുള്ളത് 5Aയില്. 5Bയില് 15 ബോയ്സ് ആണ്. 10 into 15 വരുമ്പോൾ എത്ര വരുന്നേ? 150 ആണ് നമുക്ക് അവിടെ വരുന്ന പേയേഴ്സ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരെയാണ് ആസിഫ? ഇനി നമ്മൾ ആരെയാണ് കണ്ടുപിടിക്കണ്ടേ? 1 ബോയും 1 ഗേളുടെ. 1 ബോയ് 1 ഗേളിന്റെ നമ്പർ ഓഫ് പേയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് 1 ബോയ് 1 ഗേൾ. 1 ബോയ് 1 ഗേൾ. അപ്പൊ 1 ബോയ് 1 ഗേളിന്റെ കേസ് എത്ര വരും ആസിഫ? ടോട്ടലിന്ന് 900 minus 300 plus 150. 900ൽ നിന്നും ടോട്ടലിൽ നിന്നും ബോത്ത് ഗേൾസിന്റെയും ബോത്ത് ബോയ്സിന്റെയും വാല്യൂ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 900 minus 450 ആണ്. അപ്പൊ കിട്ടുന്നത് 450 എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ടോട്ടൽ പേയേഴ്സ് കിട്ടും. 1 ബോയ് 1 ഗേളിന്റെ ടോട്ടൽ പേയേഴ്സ്.
ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, അഷിയ ഷിയാസ്. എന്താ അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ കേസുകളാണ് നമ്മൾ എടുക്കുക? അറ്റ്ലീസ്റ്റ് വൺ ബോയ്. അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ കേസുകളാണ് എടുക്കുന്നത്? ബോയ്സിന്റെ കേസ് മാത്രം. ബോയ്സിന്റെ കേസ് മാത്രമേ എടുക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ നമ്പറുകളാണ് അവിടെ എടുക്കാൻ സാധ്യത? അറ്റ്ലീസ്റ്റ് വൺ ബോയ്. 1 ഉം 2 നമ്മൾ എടുക്കും. 1 ഉം 2 ആണ് നമ്മൾ എടുക്കുന്നത്. 1 ഏതിന്റെ കേസിലാണ് എടുക്കേണ്ടത്? ബോയുടെ കേസിലാണോ ഗേളിന്റെ കേസിലാണോ? ബോയുടെ കേസില്. ബോയുടെ കേസിൽ, കാരണം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ബോയുടെ കേസാണ്. സോ 1 ബോയുടെ കേസ് കൊടുക്കും, 2 ബോയുടെ കേസ് കൊടുക്കും. ഒന്ന് പറഞ്ഞേ, 1 ബോയ് വരുന്ന എത്ര കേസുകളുണ്ട്? വൺ ബോയ് വരുന്ന എത്ര കേസുകളുണ്ട്? ഒന്നല്ലെങ്കിൽ 0. വൺ ബോയ് വരുന്ന എത്ര പെയറുകളുണ്ട്? അഫ്നാൻ പൊസിഷൻ ശരിയല്ല കേട്ടോ. വൺ ബോയ് വരുന്ന എത്ര കേസുകളുണ്ട്? എത്ര കേസുകളുണ്ട് വൈക? വൺ ബോയ് വരുന്ന ഒരു കേസ് ഉണ്ട്. ഒരു കേസ് മാത്രമേ ഉള്ളൂ വൺ ബോയ് വരുന്ന? അല്ല, രണ്ടെണ്ണം ഉണ്ട്. 2 കേസ് ഉണ്ട്. ആദ്യം 150 150 പ്ലസ് 150 പ്ലസ് 450. എന്തുകൊണ്ട് അതെടുക്കാൻ കാരണം? അതില് 1 ബോയ് 1 ഗേൾ ഉണ്ട്. 1 ബോയ് ഉണ്ടല്ലോ, ഒന്ന് കൂട്ടും. ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞ നദിയ കബീർ. എന്താ ഈ 450യും 150യും ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇവിടെ? എന്തുകൊണ്ടാണ് അത് ആഡ് ചെയ്യാൻ കാരണം? അത് ബോയ്സിന്റെയും ഗേൾസിന്റെയും കേസ് ആഡ് ചെയ്തപ്പോ കിട്ടിയത്. 1 പെയർ ഓഫ് 1 ബോയും 1 ഗേളും ചെയ്തപ്പോ കിട്ടിയത് അത് 450. അപ്പോ അറ്റ്ലീസ്റ്റ് പറഞ്ഞ ഒരു ബോയുടെ ഇത് കണ്ടുപിടിക്കാനാ. അപ്പോ 450 പ്ലസ് 150. ഒന്ന് കൃത്യമായിട്ടൊന്ന് ഒന്നുകൂടി പറഞ്ഞ ഏഞ്ചലെ, ഇവിടെ എന്തുകൊണ്ടാ 450യും 150യും എടുക്കാൻ കാരണം? 1 ബോയ് 1 ഗേളിനകത്ത് ഒരു ബോയേ ഉള്ളൂ, അങ്ങനെ 450 എടുക്കാം. 1 ബോയ് എന്ന് പറഞ്ഞാല് 1 ബോയ് 1 ഗേളിന്റെ പെയറിലാണ് അത് വരുന്നത്. 1 ബോയ് 1 ഗേളിന്റെ പെയറിലാണ് ഒരു ബോയ് എന്ന് പറയുന്നത്. 2 ബോയ് എന്ന് പറയുമ്പോഴോ? ബോത്ത് ബോയ്സ് എന്ന് പറയുമ്പോൾ അവിടെ 2 ബോയ്സ് വരും. ബോത്ത് ബോയ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 2 ബോയ്സ് വരും. അതുകൊണ്ടാണ് ഈ 150യും 450യും എടുക്കാൻ കാരണം. അത് ആഡ് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്നത് 600 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. അപ്പൊ ഇതിന്റെയൊക്കെ പ്രോബബിലിറ്റി എഴുതാൻ നമ്മൾ ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബോയ്സ് എന്നുള്ളത് അതൊന്നുകൂടി പറയാട്ടോ. ദെൻ എക്സാക്ട്ലി 1 ബോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കേസാണ്, എന്താണ് എടുക്കേണ്ടത്? ഒന്ന് പറഞ്ഞ അസീൻ. എക്സാക്ട്ലി 1 ബോയ്. 150 by 900. 150 by 900. ഒന്നുകൂടി ഒന്ന് കണ്ണൂർ നോക്കാമോ? क्या പറഞ്ഞേക്കടെ ക്വസ്റ്റ്യൻ? എക്സാക്ട്ലി 1 ബോയ് ആണ്. എക്സാക്ട്ലി 1 ബോയ്. 450 by 900. അത് അതിന്റെ പ്രോബബിലിറ്റി ആണ്. ഇതിന്റെ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 450 ആണ്. പ്രോബബിലിറ്റി ആണ് ഡിവൈഡ് ബൈ 900 കൊടുത്ത് എഴുതേണ്ടത്. ഇത് എക്സാക്ട്ലി 1 ബോയ് എന്ന് പറയുമ്പോൾ 450 ആണ്. എന്തുകൊണ്ടാണ് ഈ 450 എടുക്കാൻ കാരണം? അഫ്നാന്റെ കൈ എവിടെ വെച്ചേക്കുന്നത്? അഫ്നാനെ
മൗസ് യൂസ് ചെയ്യരുതെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ? ആ കൈ നേരെ ടേബിളിന്റെ മുകളിൽ വെച്ചേ. പറസീൻ, എന്തുകൊണ്ടാ 450 വരാൻ കാരണം? അത് എന്താണ്, അത് വൺ ബോയുടെ അറ്റ്ലീസ്റ്റ് വൺ ബോയുടെ പേയേഴ്സ് ആണ്. എക്സാക്ട്ലി വൺ ബോയുടെ കേസാണ് ഞാൻ ചോദിച്ചത്. എക്സാക്ട്ലി വൺ ബോയ്. അത് വൺ ബോയുടെ നമ്പർ ഓഫ് പേയേഴ്സ് ആയതുകൊണ്ട്. പറഞ്ഞേ മിസ് റിയ. അത് വൺ ബോയ് വൺ ഗേൾ എടുക്കണ കേസ് ആയതുകൊണ്ട് 450 ആണ്. അത് വൺ ബോയ് വൺ ഗേൾ എടുക്കുന്ന കേസാണ്. എക്സാക്ട്ലി വൺ ബോയ് എന്ന് പറഞ്ഞാൽ ഒരു ബോയ് മാത്രമേ വരാൻ പാടുള്ളൂ. ഓൺലി വൺ ബോയ്. വൺ ബോയ് എന്ന് പറയുന്നത് ആരോട് ഈക്വൽ ആണ്? വൺ ബോയ് വൺ ഗേളിനോട് ഈക്വൽ ആണ്. വൺ ബോയ് വൺ ഗേളിനോട് ഈക്വൽ ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 450 എന്ന് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പ്രോബബിലിറ്റി കാണാൻ ഒന്ന് പറയട്ടെ. പ്രോബബിലിറ്റി ഓഫ് പറഞ്ഞേ ഫർഹാൻ MA. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞേ. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസ് ഈക്വൽ ടു 450. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസ്. Probability of both girls. Probability of both girls. 450 ആണോ? 450 അല്ല. പറഞ്ഞേ സഫലെ. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസ്. 300/900 ആണ്. 300 divided by 900 ആണ്. ബോത്ത് ഗേൾസിന്റെ നമ്പർ ഓഫ് പേയേഴ്സ് 300 ആണ്. ടോട്ടൽ പേയേഴ്സ് 900 ആണ്. അങ്ങനെയാണ് ആൽബിനെ, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബോയ്സ്? 150/900. 150 divided by 900. അതായത് അതിന്റെ നമ്പർ ഓഫ് പേയേഴ്സ്, ബോത്ത് ബോയ്സിന്റെ നമ്പർ ഓഫ് പേയേഴ്സ് 150 ആണ്. ടോട്ടൽ പേയേഴ്സ് 900 ആണ്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 girls? What is the probability of at least 2 girls? ഒന്ന് പറഞ്ഞേ അൻവറെ. What is the probability of at least 2 girls? Probability of at least 2 girls. 300/900. At least 2 girls. അറ്റ്ലീസ്റ്റ് 2 ഗേൾസ് എന്ന് പറയുമ്പോൾ 300 divided by 900 ആണ്. അതായത് ഇവിടെ അറ്റ്ലീസ്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് പറയാമോ അൻവർ? രണ്ട് ഗേൾസിന്റെ ചോദിച്ചേക്കണേ. അതുകൊണ്ട് വെറും 2 ഗേൾസിന്റെ അല്ല ചോദിച്ചിരിക്കുന്നേ. അറ്റ്ലീസ്റ്റ് 2 ഗേൾസ് എന്നാ പറഞ്ഞിരുന്നേ. രണ്ട് ഗേൾസ് എങ്കിലും വേണം. 2 ഗേൾസ് എങ്കിലും, ഏറ്റവും കുറഞ്ഞത് 2 ഗേൾസ് എങ്കിലും വേണം. അപ്പൊ നമ്മൾ എടുക്കുക 2 ഗേൾസ് എങ്കിലും വേണം. 2-ന് താഴേക്ക് പോകാൻ പാടില്ല. 2-ന് മുകളിലേക്ക് മാത്രമേ വരാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു 0-ഉം 1-ഉം 2 മാത്രമാണ് ഈ പെയറിന്റെ കേസിൽ പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്. സോ 2-ന്റെ മുകളിലേക്ക് നമ്പേഴ്സ് എടുക്കാനില്ല. സോ 2 ഗേൾസ് എന്ന് പറയുന്ന ആ ഒരു കേസ് മാത്രമാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബോത്ത് ഗേൾസ് എന്നുള്ളതാണ്. ബോത്ത് ഗേൾസ് 300 ആണ്. ഡിവൈഡ് ബൈ 900 എന്നുള്ള മീനിങ്ങിലാണ് വരിക. ദെൻ ഇനി നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാണ്. അടുത്ത കൺസെപ്റ്റ് അറ്റ്മോസ്റ്റ് ആണ് കേട്ടോ. അറ്റ്മോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹെഡിങ് കൊടുത്തോ, അറ്റ്മോസ്റ്റ്. അപ്പൊ നമ്മൾ എക്സാക്ട്ലിയെ പറ്റി പറഞ്ഞു, അറ്റ്ലീസ്റ്റിനെ പറ്റി പറഞ്ഞു. ഇനി അതിന്റെ ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് അറ്റ്മോസ്റ്റ്. അറ്റ്മോസ്റ്റും കൂടുതലും പറഞ്ഞാൽ മാക്സിമം. അറ്റ്മോസ്റ്റ് മീൻസ് മാക്സിമം, ഏറ്റവും കൂടിയത് ഇത്രയും മാത്രമേ വരാൻ പാടുള്ളൂ. അറ്റ്മോസ്റ്റ് മാക്സിമം എന്ന് പറയുന്ന മീനിങ്ങിലാണ്. മാക്സിമം അത്രയും നമ്പറേ വരാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ നോക്കുക, ഞാനിപ്പോ പറയുവാണ് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട് തന്നെയാണ് നമ്മുടെ കൺസെപ്റ്റ്. നമ്മളോട് പറയുന്നു 50 റുപ്പീസിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല. മാക്സിമം 50 റുപ്പിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മളോട് സാധനങ്ങൾ മേടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. മാക്സിമം 50 റുപ്പിയിൽ.
50 രൂപയിൽ കൂടുതൽ 1 രൂപ പോലും മേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപയ്ക്കൊക്കെ മേടിക്കും ഫാത്തിമ AS? 50 റുപ്പീസ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 50 റുപ്പീസ്, മാക്സിമം 50 റുപ്പീസ്. അഫ്നാൻ എഴുതുന്നുണ്ടോ? 50-ന് 50-ന്റെ താഴേക്കുള്ളത്. 50-നും 50-ന് താഴേക്കും വേണമെങ്കിൽ നമുക്ക് 49 റുപ്പീസിന് മേടിക്കാം, 48-ന് മേടിക്കാം, 47-ന് മേടിക്കാം. വേണമെങ്കിൽ നമുക്ക് മേടിക്കാതെ ചെന്നു ഓർത്ത് ടീച്ചർ വഴക്കൊന്നും പറയൊന്നുമില്ല. അപ്പൊ 0 മുതൽ എന്ത് ചെയ്യാം, 50 വരെ നമ്മൾ എന്ത് ചെയ്യും, ഒബ്ജക്ട്സ് മേടിക്കും. പക്ഷെ 51 എന്ന് പറയുന്ന 1 രൂപയ്ക്ക് പോലും നമ്മൾ എന്ത് ചെയ്യില്ല, സാധനങ്ങൾ മേടിക്കില്ല. അപ്പൊ 0 മുതൽ 50 മാക്സിമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അറ്റ്മോസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ 1-ന് എബോവ് ഉള്ളതായിരുന്നു നമ്മൾ എടുക്കുക. ദെൻ അറ്റ്മോസ്റ്റ് 1 എന്ന് പറഞ്ഞാല് നമ്മൾ 1-ഉം 1-ന് താഴേക്കും ഉള്ളതുമാണ് എടുക്കുന്നത്. അറ്റ്മോസ്റ്റ് മാക്സിമം എന്നുള്ള മീനിങ് ആണെങ്കിലും 1-ഉം 1-ന് താഴേക്കും. അറ്റ്മോസ്റ്റ് 1 ആണെങ്കിൽ 1-ഉം 1-ന് താഴേക്കും. അറ്റ്മോസ്റ്റ് 2 ആണെങ്കിൽ 2-ഉം 2-ന് താഴേക്കും. അറ്റ്മോസ്റ്റ് 0 ആണെങ്കിൽ 0-യും 0-യ്ക്ക് താഴേക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അറ്റ്മോസ്റ്റിന്റെ കൺസെപ്റ്റിൽ എടുക്കുക. അപ്പൊ അറ്റ്മോസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോളുക, എബോവ് പറഞ്ഞ ക്വസ്റ്റ്യനില് അറ്റ്മോസ്റ്റ് 1 ഗേൾ എന്നുള്ളതാണെങ്കിൽ, അറ്റ്മോസ്റ്റ് 1 ഗേൾ എന്നാണെങ്കിൽ നമ്മൾ ഏതൊക്കെ വാല്യൂസ് എടുക്കും, ഏതൊക്കെ എടുക്കും എമി? അതായത് 1 എന്നുള്ള കേസ് എന്ന് എടുക്കും. അതുപോലെ തന്നെ വേറെ ഏത് കേസും കൂടി എടുക്കും? 2 കൂടി എടുക്കോ? അറ്റ്മോസ്റ്റ് ഇപ്പൊ എന്നതാ അപ്പൊ പറഞ്ഞു നിർത്തിയത്? ഇല്ല. ആരോമാർക്ക് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 1, 1 ആൻഡ് എബോവ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1, 1 ആൻഡ് ബിലോ. അറ്റ്മോസ്റ്റ് 1 എന്ന് പറഞ്ഞാലാണ് കേട്ടോ അതിന്റെ മീനിങ്. ആ നമ്പർ ഏതാണ് അതും അതിന് താഴോട്ടും. അപ്പൊ ഇവിടെ അറ്റ്മോസ്റ്റ് 1 ഗേൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ എടുക്കും? അറ്റ്മോസ്റ്റ് 1 ഗേൾ എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ എടുക്കും? 1 ഗേൾ 1 ബോയ് എടുക്കും. 2 ബോയ്സ് എടുക്കും. 2 ബോയ്സ് ഉള്ളതും. അതായത് നിങ്ങൾ എടുക്കേണ്ടത് ഇതുപോലെ എടുക്കുക. 1-ഉം 0-യും എന്ന് പറയുന്ന നമ്പർ എടുക്കുക. 1-ന് താഴേക്ക് 1-ഉം 0-യും മാത്രമേ എടുക്കാനുള്ളൂ. അപ്പൊ അതെടുത്തു കഴിയുമ്പോൾ ഇവിടെ ആരൊക്കെയുള്ള കേസാണെന്ന് നോക്കുക. 1 എന്ന് പറഞ്ഞാൽ ഗേളിന്റെ കേസാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 1 ഗേൾ ആണ്. ഇവിടെ വരുമ്പോൾ 0 ഗേൾ ആണ് വരുന്നത്. അപ്പൊ 1 ഗേൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയറിനോട് 1 ഗേൾ 1 ബോയ് കണ്ടീഷനോട് ഈക്വൽ ആണ്. 1 ബോയ് 1 ഗേളിനോട് ഇത് ഈക്വൽ ആണ്. 0 ഗേൾസ് എന്ന് പറഞ്ഞാൽ ഗേൾസ് ഇല്ലാത്ത കേസ്. നോക്കിക്കേ, ഗേൾസ് ഇല്ലാത്ത കേസ് എന്ന് പറയുമ്പോൾ ഈ പെയർ എടുത്താല് 1 ബോയ് 1 ഗേളില് ഗേൾ ഉണ്ട്, ബോത്ത് ഗേൾസിലും ഗേൾ ഉണ്ട്. ഗേൾസ് ഇല്ലാത്ത കേസ് ഉള്ളത് ബോത്ത് ബോയ്സിൽ മാത്രമേ ഉള്ളൂ. 0 ഗേൾസ് ഇല്ലാത്ത കേസ് ബോത്ത് ബോയ്സ് ആണ്. അപ്പൊ ഇവിടെ വരുന്നത് ആരാണ്? ബോത്ത് ബോയ്സ് എന്നുള്ള കേസാണ് ഇവിടെ എടുത്തെഴുതേണ്ടത്. അപ്പൊ 1 ബോയ് 1 ഗേൾ എത്ര എണ്ണം ഉണ്ട്? 450 ആണുള്ളത്. ബോത്ത് ബോയ്സ് 150 ആണുള്ളത്. അത് ആഡ് ചെയ്യുമ്പോൾ 600 കിട്ടും. ദാറ്റ് ഈസ് ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 600 ഡിവൈഡ് ബൈ 900 എന്ന് കൊടുക്കുക. അറ്റ്മോസ്റ്റ് എത്രയാണ് ആ നമ്പർ പറഞ്ഞിരിക്കുന്നത് അതും അതിനെ താഴേക്കുള്ളതുമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അറ്റ്മോസ്റ്റ് 2 ബോയ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും അഫ്താബെ നമ്മൾ എടുക്കുക? അറ്റ്മോസ്റ്റ് 2 ബോയ്സ്. അറ്റ്മോസ്റ്റ് 2 ബോയ്സ്. അറ്റ്മോസ്റ്റ് 2 ബോയ്സ്. അറ്റ്മോസ്റ്റിൽ ഏതൊക്കെ നമ്പറുകൾ നമ്മൾ എടുക്കും? അറ്റ്മോസ്റ്റ് മാക്സിമം 2 ആണ്. 1, 1ഉം 2 മാത്രമേ ഉള്ളൂ. 0. അതായത് നമ്മുടെ പെയറിൽ വരാവുന്ന പോസിബിൾ ആയിട്ടുള്ള നമ്പറുകൾ 0യും 1ഉം 2ഉം മാത്രമാണ്. അറ്റ്മോസ്റ്റ് 2 എന്ന് പറയുമ്പോൾ 2ഉം 2ന് താഴേക്ക് ആരൊക്കെ ഉണ്ടോ അതെല്ലാം എടുക്കാം. ദാറ്റ് ഈസ് 0 + 1 + 2 ആണ്. ബോയ്സിന്റെ കേസിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 0 ബോയ്സ്, 1 ബോയ്, അതുപോലെ തന്നെ 2 ബോയ്. ഈ കേസാണ് നോക്കേണ്ടത്. 0 ബോയ്സ് എന്ന് പറഞ്ഞാൽ ബോയ്സ് ഇല്ലാത്ത കേസാണ്. ബോയ്സ് ഇല്ലാത്ത കേസ് ആരാ ഉള്ളത്? ഫർഹാൻ ബിൻ. ബോയ്സ് ഇല്ലാത്ത കേസിൽ ആരാ ഉള്ളത്? ഗേൾസ്. 2 ഗേൾസ് മാത്രം. അതായത് ബോത്ത് ഗേൾസിനോട് അത് ഈക്വൽ ആണ്. ബോത്ത് ഗേൾസിനോട് ഈക്വൽ ആണ്. ദെൻ 1 എന്ന് പറയുമ്പോൾ 1 ബോയ് 1 ഗേൾ കണ്ടീഷൻ ആണ്. 2 ബോയ് എന്ന് പറയുമ്പോൾ ബോത്ത് ബോയ്സിനോട് ഈക്വൽ ആണ്. ഈ മൂന്നിന്റെയും നമ്പർ ഓഫ് പെയേഴ്സ് ആഡ് ചെയ്താൽ
അറ്റ്മോസ്റ്റ് 2 ബോയ്സിന്റെ നമ്പർ ഓഫ് പെയേഴ്സ് കിട്ടും. ഇതുപോലെ നമ്മൾ ഓരോന്നിന്റെയും നമ്പർ ഓഫ് പെയേഴ്സ് കണ്ടുപിടിക്കാനായി പഠിക്കണം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് പറഞ്ഞു, അറ്റ്മോസ്റ്റ് പറഞ്ഞു, എക്സാക്ട്ലി പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് വൈസ് വരുന്ന ക്വസ്റ്റ്യനുകളിലാണ് നമ്മൾ കൂടുതലും ഈ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി, അതായത് ഈ ടൈപ്പ് യൂസ് ചെയ്യുക. ഒരുപാട് പെയറുകൾ ഒരു 100 മുകളിലോട്ടൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ പെയറുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമ്പർ ഓഫ് പെയേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് പോസിബിൾ. അല്ലാത്ത ഈ നമ്പറുകളുടെ കേസിൽ മാക്സിമം 2 ഡിജിറ്റ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത് അത് എഴുതുക എന്നല്ല, അതിലൊരു ടെക്നിക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മൊത്തത്തിൽ ഇതുപോലെ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നും ചെയ്യല് നടക്കില്ല. ഇപ്പൊ ഒരു എക്സാമ്പിള് നമ്മളോട് ഇപ്പൊ ചോദിക്കുകയാണ്, നമ്മളോട് 2 ഡിജിറ്റ് നമ്പേഴ്സ് എല്ലാം എഴുതാൻ പറഞ്ഞു. 2 ഡിജിറ്റ് നമ്പേഴ്സ് എല്ലാം നമുക്ക് എഴുതൽ പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, എത്ര എണ്ണം ഉണ്ട് ഫഹ്മിദ? എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ളത് ടോട്ടല്? എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സാ ടോട്ടൽ ഉള്ളത്? 89. അമാന ഉറങ്ങുവാണോ? എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സാ ടോട്ടൽ ഉള്ളേ? 90. ടോട്ടല് 90. ടോട്ടല് 90 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണുള്ളത്. 2 ഡിജിറ്റ് നമ്പേഴ്സ് 90 എണ്ണമാണ് ഉള്ളത്. ഇത് നമ്മളെ കൊണ്ട് എഴുതൽ നടക്കുന്ന കേസല്ല. അതായത് എഴുതി എടുക്കുക എന്നുള്ളത് കുറെ ലെങ്തി ആയിട്ടുള്ള സമയം പോകുന്ന കേസാണ്. അപ്പൊ നമ്മളോട് ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ടൈപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഈ 2 ഡിജിറ്റ് നമ്പേഴ്സിൽ ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഡിജിറ്റ്. ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ, ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഡിജിറ്റ്, ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഡിജിറ്റ്, ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഡിജിറ്റ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ 2 ഡിജിറ്റ് നമ്പേഴ്സ് പോസിബിൾ ആവണമെങ്കിൽ നമ്മൾ 2 കേസുകൾ എടുക്കാം. അതായത് ആദ്യം നമ്മൾ ഇവിടെ ഇപ്പം എന്ത് ചെയ്യുവാണ്, 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് എടുത്തേക്കുക. ഇവിടെ എഴുതുമ്പോൾ നമ്മൾ 0 മുതൽ എത്ര വരെയുള്ളത് എഴുതണം? 9 വരെയുള്ളത് എഴുതണം. എന്നാൽ മാത്രമാണ് 10 മുതലുള്ളത് പോസിബിൾ ആകുള്ളൂ. ആദ്യത്തെ ബാസ്ക്കറ്റിൽ ഇടാതിരുന്നത് 0 എന്ന് പറയുന്ന നമ്പർ ഇവിടെ വന്നാൽ 01, 02, 03 എന്നുള്ള നമ്പർ പോസിബിൾ അല്ല. അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഇതുപോലെ ബാസ്ക്കറ്റിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുവാണ് നമ്പറുകൾ 2 ബാസ്ക്കറ്റില്. ഇതിനെ പറ്റിയൊന്നും ബോധർ ആവണ്ട കേട്ടോ. ടോട്ടൽ 90 എന്നുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് നമ്പർ എടുക്കുന്നു, ഇതിൽ നിന്ന് നമ്പർ എടുക്കുന്നു, അങ്ങനെയാണ് നമ്മൾ എടുക്കുക. അപ്പൊ എടുക്കുമ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഡിജിറ്റ് ആകാനുള്ള പോസിബിലിറ്റി എന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എണ്ണം എടുത്ത് നമ്മളിപ്പം 5Aയിൽ 5 ബോയ്സ് 6 ബോയ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എണ്ണം എടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ ഇവിടെ എഴുതി വെക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഡിജിറ്റ് ആണെങ്കിൽ ഞാൻ 10 എഴുതുക. 10 എഴുതിയാൽ എനിക്ക് ഓക്കെ, 0യേക്കാൾ വലുതാണ് ഫസ്റ്റ് ഡിജിറ്റ്. എന്റെ സെക്കൻഡ് ഡിജിറ്റ് 0 ആണ്, 0യേക്കാൾ വലുതാണ് ഫസ്റ്റ് ഡിജിറ്റ്. ദെൻ അടുത്തത് ഞാൻ കൊടുക്കുമ്പോൾ 11 കൊടുക്കുക. 11 കൊടുക്കുമ്പോൾ സെയിം അല്ല, സെയിം ആയിട്ടാ വരുന്നത്, ഗ്രേറ്റർ ആയിട്ടല്ല വരുന്നത്. 12 കൊടുക്കുമ്പോൾ അതേ ലെസ് ആയിട്ടാ വരുന്നത്. അപ്പൊ എനിക്ക് ഇനിയുള്ള നമ്പറുകളൊന്നും അവിടെ കൊടുക്കാനായിട്ട് പറ്റില്ല 10 മുതലുള്ളതില്. ഇനി ഞാൻ നോക്കുമ്പോൾ എനിക്ക് എത്തുമ്പോൾ 20 വരുമ്പോഴത്തേക്കും എനിക്ക് ഇതേ സെക്കൻഡ് നമ്പറിനേക്കാളും ഗ്രേറ്റർ ആണ് ഫസ്റ്റ് നമ്പർ. ദെൻ 21 കൊടുത്തു നോക്കിയാൽ 1നേക്കാളും ഗ്രേറ്റർ ആണ് 2. ദെൻ 22 വരുമ്പോഴത്തേക്ക് സെയിം ആകും, 23ലേക്ക് വരുമ്പോഴേയും ഗ്രേറ്റർ ആയി പോകും. അപ്പൊ അവിടെയും പറ്റില്ല. അപ്പൊ ഇവിടെ 10 മുതൽ എഴുതിയപ്പോൾ ഒരു നമ്പറാ കിട്ടിയുള്ളൂ. 20 മുതൽ 30ക്ക് ബിറ്റ്വീൻ എഴുതിയപ്പോൾ 2 നമ്പറാ കിട്ടിയുള്ളൂ. അപ്പൊ ഇതുപോലെ 30 എഴുതി നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. ചിലപ്പോൾ ഇങ്ങനെ ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ആഡ് ചെയ്തെടുത്താൽ ഇതിന്റെയൊക്കെ പെയറുകളുടെ എണ്ണം കിട്ടും കേട്ടോ. ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഡിജിറ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്കൊക്കെ എത്താൻ പറ്റും. ദെൻ ഫസ്റ്റ് ഡിജിറ്റ് ലെസ് ദാൻ ദ സെക്കൻഡ് ഡിജിറ്റ് എന്നൊക്കെ ചോദിച്ചാൽ ഈ രീതിയിൽ തന്നെ വേറെ ഏതെങ്കിലും ടെക്നിക്ക് ഉണ്ടാകും. അതുപോലെ നിങ്ങൾ അത് കണ്ടുപിടിക്കുക കേട്ടോ. അല്ലാതെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ നോക്കിയാൽ അത് പോസിബിൾ ആയിട്ടുള്ള കേസ് അല്ല. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, എല്ലാരും ഇന്ന് തമ്പ് കാണിച്ചേ. ഫർഹാൻ, ദിയ,
ചുമ്മാ എഴുതി നോക്കിയാൽ മാത്രം മതി കേട്ടോ. ഈ രണ്ടാമത് പറഞ്ഞ ഡിജിറ്റിന്റെ കേസ് എഴുതി നോക്കിയാൽ മാത്രം മതി. എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു ടെക്നിക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ള കേസ് അല്ല. അഫ്നാൻ, ഇനി ഞാൻ ക്ലാസ്സിൽ ഇരുത്തുന്ന പ്രശ്നം ഇല്ല കേട്ടോ. ഞാൻ ഈ പറയുന്ന പൊസിഷനിൽ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഇയാൾ ക്ലാസ്സിൽ ഇരിക്കണ്ട. അല്ല, കൈ ഞാൻ എവിടെ വെക്കാനാ പറഞ്ഞിരിക്കുന്നത്? എത്ര പറഞ്ഞാലും അനുസരിക്കില്ലാത്തത് എന്തേ? അങ്ങനെയുണ്ടെങ്കിൽ ക്ലാസ്സിലേക്ക് കയറണ്ടാന്നേ. ക്ലാസ്സിൽ ശ്രദ്ധിക്കാനാണെങ്കിൽ ക്ലാസ്സിലേക്ക് കയറിയാൽ മതി. ഇത് വേറെ എന്തോ പണിതുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ക്ലാസ്സിലേക്ക് കയറിയിരിക്കുന്നേ? ഒന്നെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കണം, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ കയറാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യാം. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫസ്റ്റ് ആക്ടിവിറ്റി ആണ്. അപ്പൊ ശ്രദ്ധിച്ച് നമ്മൾ ഈ പറഞ്ഞ ബോത്ത് ഗേൾസ് ബോത്ത് ബോയ്സ് ആ രീതിയിലൊക്കെ വരുന്ന കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക, അതിന്റെ ആൻസറിലേക്ക് എത്തുക. ആദ്യം എന്തൊക്കെയാണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ ഓരോന്നും ചെയ്യുക കേട്ടോ. അഫ്താബിന്റെ ഒരു കൈ ഇവിടെ എഴുതുന്നുണ്ടോ? ഫർഹാൻ നോട്ട് ഒന്ന് കാണിച്ചേ. ഫർഹാൻ എം.എ. ഓക്കെ, നോട്ട്ബുക്ക് താഴെ വെച്ചോട്ടോ. ചെയ്ത് കഴിഞ്ഞവരെ ഹാൻഡ് റൈസ് ചെയ്തോളുക. ഫർഹ, നോട്ട്ബുക്ക് ഒന്ന് കാണിച്ചേ ഫർഹ. സ്പീഡ് ആവട്ടെ, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളോ? ഈ ഫർഹാനമ്മ അത് എന്നത് എഴുതിയേക്കുന്നതെന്ന് ലെഫ്റ്റ് സൈഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ പ്രോബിലിറ്റി എടുത്തെഴുതാൻ. ആൽബിനെ നോട്ട്ബുക്ക് ഒന്ന് കാണിച്ചേ.
മൊത്തം നോട്ട് എഴുതിയില്ല. മൊത്തം എഴുതിയില്ലേ? മറ്റേ അത് റെക്കോർഡ് ക്ലാസ് അവർ ഇട്ടിട്ടില്ല. എന്താ അപ്ഡേഷനോ? ലെഫ്റ്റ് കാണിച്ച് ഇവിടെ വരെ ചെയ്തിട്ടുള്ളൂ. അല്ല, ഇന്നത്തെ ആക്ടിവിറ്റിയുടെ ആൻസർ കാണിച്ച് മോർ പേയേഴ്സ്. ഇന്നത്തെ ക്ലാസ് തുടക്കത്തിൽ എഴുതിയിട്ടുള്ളൂ അല്ലേ? ആ സ്പേസ് ഇട്ടേക്കുക ബാക്കി എഴുതാൻ. ടീച്ചറെ ക്ലാസ്സിനെ റെക്കോർഡ് ചെയ്തോട്ടെ? ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്തോട്ടെ? അവരെ അപ്ഡേഷനൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം കാണാൻ വേണ്ടി. പറയാട്ടോ, പറഞ്ഞിട്ട് ചെയ്താ മതി. ഞാൻ നോട്ട് കണ്ടില്ല, തീർന്നില്ല. പെട്ടെന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ബാലൻസ് ഉള്ളവരെ അമാന, അഫ്നാൻ, ആഷ്നാനീഷ്, അഫ്താബ്, ആൽബിൻ. കൈ ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് എഴുതിയ നല്ല ഗ്രീൻ കളറിൽ ഇങ്ങനെ ഹാൻഡ് റൈസ് ചെയ്തേക്കും. ഗ്രീൻ കളറിൽ മിസ്രിയാണ് ഇന്ന് ഫസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നയാള്. മിസ്രിയുടെ ഹാൻഡ് റൈസ് ഇങ്ങനെ നല്ല ഗ്രീൻ ഷെയ്ഡിൽ. നിങ്ങൾക്ക് ഗ്രീൻ ആയിട്ട് തോന്നുന്നുണ്ടോ വേറെ ആർക്കെല്ലോ? മിസ്രിക്ക് തോന്നുന്നുണ്ടോ ഗ്രീൻ കളറിൽ കാണുന്നേ അല്ലേ? ഫസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തയാള് ഗ്രീൻ കളറിൽ കാണുന്നുണ്ട്. ലാസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുന്ന ആൾ ഇനി റെഡിലാണ് കാണുന്നേ. നമുക്ക് ടെസ്റ്റ് ചെയ്യായിരുന്നു. അതിന് അഫ്താബും അമാനയും അഫ്നാനും കൂടി ചെയ്ത് കംപ്ലീറ്റ് ആക്കല്ലേ? ചെയ്ത് കംപ്ലീറ്റ് ആക്കുവോ? എന്റെ സമയം ഇടുന്ന ഓപ്ഷൻ നിന്നുപോയി, അതുകൊണ്ട് എനിക്ക് സമയം തരാൻ പറ്റുന്നില്ല. എന്റെ ഒരു ഊഹാപോഹത്തിലാണ് ഞാൻ സമയം തരുന്നത്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഇനി ഞാൻ സമയം തരുന്നില്ല കേട്ടോ. ഓക്കെ, സ്റ്റോപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോ യുവർ നോട്ട്ബുക്സ്. സ്റ്റോപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോ യുവർ നോട്ട്ബുക്സ്. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 30 ബോയ്സും 20 ഗേൾസും ആണ് 10A-യിലുള്ളത്. 15 ബോയ്സും 25 ഗേൾസും ആണ് 10B-യിലുള്ളത്. അപ്പൊ അവിടെ ടോട്ടൽ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ 50 കുട്ടികളും അടുത്ത ക്ലാസ്സിൽ 40 കുട്ടികളുമാണ് വരുന്നത്. ദെൻ ടോട്ടൽ പേയേഴ്സ് ഈക്വൽ ടു 2000 എന്നാണ് കിട്ടിയിരിക്കുന്നത്. തെറ്റുള്ളവരുണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ച് ഹാൻഡ് റൈസിൽ ഓവർ ചെയ്തോളുക കേട്ടോ. 2000 എന്നാണ് ടോട്ടൽ പേയേഴ്സ് വരിക. ദെൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ഗേൾസ് എന്നുള്ളതാണ്. ആ പെയറിലെ രണ്ടുപേരും ബോയ്സ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് ബീങ് ഗേൾസ്, രണ്ടുപേരും ഗേൾസ് ആവാനുള്ളത് 10A-യില് ഗേൾസിന്റെ എണ്ണവും 10B-യില് ഗേൾസിന്റെ എണ്ണവും എടുക്കുക. ദാറ്റ് മീൻസ് 20 × 25 കിട്ടുന്നത് 500 ആണ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ഗേൾസ് ഈക്വൽ ടു 500 ഡിവൈഡഡ് ബൈ 2000. 500 ഡിവൈഡഡ് ബൈ 2000 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. 500 ഡിവൈഡഡ് ബൈ 2000 ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി വാല്യൂ. അങ്ങനെ എഴുതിയിരിക്കുന്നവർ മാത്രം ഹാൻഡ് റൈസ് കീപ്പ് ചെയ്തോളുക കേട്ടോ. 500 ഡിവൈഡഡ് ബൈ 2000. അക്സ, അഫ്താബെ എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല കാണിക്കുന്നയാണെങ്കിൽ. ഫർഹാന്റെ ആൻസർ എന്തേ കാണിക്കാത്തെ? ഫർഹാൻ അത് ലെഫ്റ്റ് സൈഡ് എഴുതി തന്നെ ചെയ്യണോട്ടോ ഫർഹാനമ്മേ. ഓക്കെ, അപ്പോ തെറ്റിപ്പോയവര് ശ്രദ്ധിച്ചോളുക. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാം. 500 ഡിവൈഡ് ബൈ 2000. അമൃതയുടെ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. തെറ്റിപ്പോയവരൊന്ന് ശ്രദ്ധിക്കുക. എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചോളുക. നമുക്ക് തന്നിരിക്കുന്നത് 10A-യിലെയും 10B-യിലെയും ക്ലാസ്സുകളാണ് തന്നിരിക്കുന്നത്. 10A-യില് 30 ബോയ്സും 20 ഗേൾസുമാണ് ഉള്ളത്. 10A-യില് 30 ബോയ്സും 20 ഗേൾസുമാണുള്ളത്. ദെൻ 10B-യിൽ വരുമ്പോൾ 10B-യില് 15 ബോയ്സും 25 ഗേൾസുമാണുള്ളത്. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇതിനകത്ത് ടോട്ടൽ പേയേഴ്സ് കാണുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ടോട്ടൽ പേയേഴ്സ് കാണുക. ടോട്ടൽ പേയേഴ്സ് എത്രയാണ്? ഇവിടെ വരുന്നത് 50 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ ഈ ക്ലാസ്സിൽ.
ഈ ക്ലാസ്സിൽ വരുമ്പോൾ 40 സ്റ്റുഡൻസ് ആണ്. ടോട്ടൽ പെയേഴ്സ് ഈക്വൽ ടു എന്ത് ചെയ്യുക 50 into 40 നമുക്ക് കിട്ടുന്നത് എത്രയാണ് 2000 ആണ് നമുക്ക് ടോട്ടൽ പെയേഴ്സ് കിട്ടുക. ആ ടോട്ടൽ പെയേഴ്സിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് ആണ്. അപ്പൊ ആദ്യം നമ്പർ ഓഫ് പെയേഴ്സ് കാണണം. നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് ബോത്ത് ബീയിങ് ഗേൾസ് രണ്ടുപേരും ഗേൾസ് ആകാനുള്ള നമ്പർ ഓഫ് പെയേഴ്സ് ഈക്വൽ ടു ആദ്യത്തെ ക്ലാസ്സിലെ നമ്പർ ഓഫ് ഗേൾസും രണ്ടാമത്തെ ക്ലാസ്സിലെ നമ്പർ ഓഫ് ഗേൾസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 20 into 25 ദാറ്റ് ഈസ് 500. ദെൻ നമ്മൾ എഴുതണം പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് ഈക്വൽ ടു 500 divided by 2000. ഇതാണ് ആദ്യത്തെ ആൻസർ വരിക. അതായത് അവിടെ ഗേൾസിന്റെ എണ്ണം 500 ആണ് നമ്പർ ഓഫ് പെയേഴ്സ് വന്നത്. സോ 500 divided by 2000 കൊടുക്കുക. തെറ്റിപ്പോയവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെഴുതിയെടുക്കുക കേട്ടോ. ടീച്ചർ ലീവ് ആയിക്കോട്ടെ, പ്രാക്ടീസ് ഉണ്ട്. ആ ഓക്കെ. ദെൻ നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെക്കൻഡ് ആക്ടിവിറ്റിയാണ് ഹാൻഡ് റൈസ് ലോവർ ചെയ്യാണ് കേട്ടോ. നോട്ട്ബുക്ക് കാണിച്ചേ ദിയ. ദിയ ബിലാൽ നോട്ട്ബുക്ക് കാണിക്കാട്ടോ. കാണിച്ചു ഒന്നുകൂടെ അടുത്തേക്ക് കാണിച്ചേപ്പാ. ഓക്കെ. അഫ്നാൻ വീഡിയോ ഓഫ് ചെയ്താണ് ക്ലാസ്സിലിരിക്കുന്നത് കേട്ടോ. വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ്സിലിരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഇരുത്തുന്നില്ല കേട്ടോ. Okay, stop writing and show your notebooks. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് ബീയിങ് ബോയ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10Aയിലെയും 10Bയിലെയും ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 10Aയിലെയും 10Bയിലെയും ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് 30 into 15 വരും. 30 into 15 വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 450 പെയേഴ്സ് ആണ് ബോത്ത് ബോയ്സ് വരുന്നത്. സോ 450 divided by 2000 ആണ് അതിന്റെ ആൻസർ വരുന്നത്. 450 divided by സഫലെ മൾട്ടിപ്ലിക്കേഷൻ തെറ്റിപ്പോയി. 450. ഫർഹാൻ ബിനിന് എന്നെ പറ്റിയത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോ മാറിപ്പോയി. മൾട്ടിപ്ലൈ മാറിപ്പോയി. നമുക്ക് കിട്ടുന്നത് 450 divided by 2000 ആണ് അതിന്റെ ആൻസർ വരിക. ബോത്ത് ബോയ്സിന്റെ പ്രോബബിലിറ്റി, രണ്ടുപേരും ബോയ്സ് ആകാനുള്ള പ്രോബബിലിറ്റി 450 ആണ്. അഫ്താബിന്റെ ആൻസർ കാണുന്നില്ല കേട്ടോ. അഫ്താബേ
എടാ അതൊക്കെ എഴുതുമ്പോൾ ഒരു സ്റ്റെപ്പ് ആയിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, നോട്ട്ബുക്ക് താഴെ വെച്ചോളൂ കേട്ടോ. 450 ഡിവൈഡ് ബൈ 2000 എന്ന് എഴുതിയിരിക്കുന്നവർക്ക്. അഫ്നാൻ, ഞാൻ വീഡിയോ ഓൺ ചെയ്യാതെ ക്ലാസ്സിൽ ഇരുത്തില്ല കേട്ടോ. അഫ്നാൻ വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ്സിൽ ഇരിക്കാമെങ്കിൽ ഇരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുന്നേ, എത്ര പറഞ്ഞാലും അനുസരിക്കില്ലാത്ത കുറച്ച് ആളുകളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. വീഡിയോ ഓൺ ചെയ്യാൻ പല ആവർത്തികളായി പറയുന്നു. വീഡിയോ ഓൺ ചെയ്യാതിരുന്നാൽ ക്ലാസ്സിൽ എങ്ങനെ ഇരുത്താനാണ്? അഫ്നാൻ, ക്ലാസ്സിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ക്ലാസ്സിൽ ഇരിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കുക. ക്യാമറ വർക്കല്ല എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിലേക്ക് വരണ്ട. വെറുതെ ക്ലാസ് കയറി വീഡിയോ ഓഫ് ചെയ്തിരിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം ക്ലാസ്സിൽ നോക്കാം. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ബോയ്സ് എന്നാണ്. ബോത്ത് ബീങ് ബോയ്സ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പെയേഴ്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് ബോത്ത് ബീങ് ബോയ്സ്. ബോത്ത് ബീങ് ബോയ്സ്. ബോയ്സ് ആകാനുള്ള പ്രോബബിലിറ്റി. ബോർഡ് കാണുന്നില്ല. നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് ബോത്ത് ബീങ് ബോയ്സ്. രണ്ടുപേരും ബോയ്സ് ആകാനുള്ള നമ്പർ ഓഫ് പെയേഴ്സ് എത്രയൊക്കെയാണ്? രണ്ടുപേരും ബോയ്സ് ആകാനുള്ള നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് നോക്കിക്കേ. ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ആദ്യത്തെ ക്ലാസ്സിൽ 30 ബോയ്സ് ആണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ 15 ബോയ്സുമാണ്. ദാറ്റ് ഈസ് 30 into 15 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 450 ആണ്. ദെൻ പ്രോബബിലിറ്റി ഓഫ്, അതിന്റെ പ്രോബബിലിറ്റി കാണണം. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ബോയ്സ് ഈക്വൽ ടു, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ബോയ്സ് ഈക്വൽ ടു 450 ഡിവൈഡഡ് ബൈ ടോട്ടൽ പെയേഴ്സ് എന്ന് പറയുന്നത് 2000 ആണ്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുന്നേ ഒരു 5 minutes ബ്രേക്കിന് ശേഷം ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യാം. 54 ആയി. 59 ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ. 59 ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക.
Okay, come back. Aksana, Aftab, Farhan bin, Angel, Muhammad Fuad, Amrda and Adila. Aftab, Farhan bin, Aksana. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് ടൈമിന്റെ ഇടയ്ക്ക് നെറ്റിന്റെ ഇഷ്യൂ പോയിട്ട് എന്തെങ്കിലും ക്യാമറയോ മൈക്കോ ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഇൻഫോം ചെയ്തിട്ട് ആ രീതിയിൽ ഇരിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ അങ്ങനെ ക്ലാസ്സിൽ ഇരിക്കാൻ സമ്മതിക്കുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ ഇരുത്തില്ല ക്ലാസ്സിൽ. വെറുതെ മറ്റുള്ള കുട്ടികളോട് കാണിക്കുന്ന ഒരു എന്താ പറയുക, ബാക്കിയുള്ള കുട്ടികളെ നമ്മളിങ്ങനെ സ്ട്രിക്റ്റ് ആയി പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരാൾ മാത്രം എന്തൊക്കെയോ വെറുതെ ഇരിക്കുന്നു, വെറുതെ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നു. എത്ര തവണ വിളിച്ചിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല. എല്ലാം വിളിച്ച് കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മൈക്ക് ക്യാമറ വർക്കല്ല. എന്താ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യമേ അറിയിക്കുക. അതല്ലാതെ വെറുതെ പറയാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല എന്നുള്ള രീതിയിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. എല്ലാവർക്കും ഒരേ റൂളാണ്. ക്ലാസ്സിൽ 35 കുട്ടികളുണ്ടെങ്കിൽ 35 കുട്ടികൾക്കും ഒരേ റൂളാണ്. ആർക്കും സ്പെഷ്യൽ റൂൾസ് ഇല്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കൂട്ടി അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്വസ്റ്റ്യന്റെ സെക്കൻഡ് ആക്ടിവിറ്റി ആയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ്. ഇതാണ് തേർഡ് ആക്ടിവിറ്റി. ഓക്കെ, സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഹാൻഡ് റൈസിൽ ഓവർ ചെയ്യുവാണ്. തവണ അസിനായിരുന്നു ഫസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തിരുന്നത്. ഇനി ആരാണ് ഹാൻഡ് റൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ്. അതെ, ഏസൽ ഹാൻഡ് റൈസ് ചെയ്തു. ഞാൻ പറഞ്ഞു തരുന്ന താമസം ഏസലിന്റെ ഹാൻഡ് റൈസ് ഗ്രീൻ കളറിൽ വന്നു. തൊട്ട് പുറകെ ആരായിരുന്നു രണ്ടാമത് ഹാൻഡ് റൈസ് ചെയ്തേ? സെക്കൻഡ് വൺ. ചിലർക്ക് സഫലാണ് സെക്കൻഡ് പൊസിഷനിൽ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ചില ആളുകൾക്ക് നമ്പർ ഇല്ല. എമി, വൈഗ, ആസിഫിക്കൊന്നും പൊസിഷൻ അനുസരിച്ച് നമ്പറുകളില്ല. അമൃത, നോട്ട്ബുക്ക് ഒന്ന് കാണിച്ചേ. അപ്പൊ അതിന്റെ ആൻസർ എന്താ അമൃത എഴുതിയേക്കുന്നേ? പ്രോബബിലിറ്റി എഴുതിയിട്ടില്ലല്ലോ. അത് എഴുതിയില്ല. എന്നിട്ട് ഹാൻഡ് റൈസ് ഒന്നുമില്ല. അമാന, നോട്ട്ബുക്ക് ഒന്ന് കാണിച്ചേ അമാന. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തേ അമാന. എന്നാ ചെയ്തു വെച്ചേക്കണേന്നൊന്ന് നോക്കിക്കേ. പറഞ്ഞ മെത്തേഡുകളിലൊക്കെയാണ് ചെയ്തിരിക്കുന്നേ. സമയം തീരാൻ പോവുകയാണ് കേട്ടോ.
Okay, stop writing and show your notebooks. Stop writing and show your notebooks. Stop writing and show your notebooks. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് വൺ ബീങ് എ ബോയ് ആൻഡ് വൺ ബീങ് എ ഗേൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം ബോയും ഒരെണ്ണം ഗേളും ആവാനുള്ള പോസിബിലിറ്റി. അപ്പൊ അവിടെ വരുന്നത് വൺ ബീങ് വൺ ബോയുടെ നമ്പർ ഓഫ് പെയേഴ്സ്, വൺ ബോയ് വൺ ഗേളിന്റെ എന്ത് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് പെയേഴ്സ് കണ്ടുപിടിക്കുക. വൺ ബോയ് വൺ ഗേളിന്റെ നമ്പർ ഓഫ് പെയേഴ്സ് കാണാൻ ടോട്ടൽ പെയേഴ്സിൽ നിന്നും ബോത്ത് ബോയ്സ് പ്ലസ് ബോത്ത് ഗേൾസ് ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 2000 മൈനസ് 500 പ്ലസ് 450. 500 ആണ് ബോത്ത് ഗേൾസിന്റെ എണ്ണം, 450 ആണ് ബോത്ത് ബോയ്സിന്റെ എണ്ണം. സോ അത് രണ്ടും കൂടി ആഡ് ചെയ്തതിന് ശേഷം അത് 2000 നിന്നും സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1050 എന്നാണ് നമ്പർ കിട്ടുന്നത്. സോ ദ പ്രോബിലിറ്റി ഓഫ് വൺ ബീങ് എ ബോയ് ആൻഡ് വൺ ബീങ് എ ഗേൾ ഈക്വൽ ടു 1050 ഡിവൈഡഡ് ബൈ 2000. 1050 ഡിവൈഡഡ് ബൈ 2000. 1050 ഡിവൈഡഡ് ബൈ 2000 എന്നാണ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടുക. 1050 1050 ഡിവൈഡഡ് ബൈ 2000. അമാന തെറ്റിപ്പോയതല്ലേ? അമാന മൾട്ടിപ്ലൈ ചെയ്ത് 500 450 കൂടി അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നോണ്ട് എന്താ അർത്ഥം? ആഷ്നയുടെ ആൻസർ കാണുന്നില്ല കേട്ടോ. ആഷ്ന, ദിയ ബിലാൽ, ഇവിടെ ആൻസർ തെറ്റാലോ ആഷ്ന? ആഷ്നയുടെ ആൻസറിൽ 950 കിട്ടിയിട്ടുള്ളൂ. പ്രോബിലിറ്റി എഴുതിയിട്ടുണ്ടോ? തൗസൻഡ് 50 കണ്ടു, പക്ഷെ അതിന്റെ പ്രോബിലിറ്റി എഴുതിയിട്ടില്ലല്ലോ. 1050 ഡിവൈഡ് ബൈ 2000 എന്ന് എഴുതണം. നമ്പർ ഓഫ് പെയേഴ്സ് മാത്രം കിട്ടിയാൽ പോരാ. നമ്പർ ഓഫ് പെയേഴ്സ് മാത്രം എഴുതിയാൽ പോരാട്ടോ ആഷ്ന. പ്രോബിലിറ്റി എഴുതാൻ മറന്നുപോയാലും മാർക്ക് തരില്ല. അപ്പൊ നോട്ട്ബുക്ക് താഴെ വെച്ച് വന്നിട്ടൊന്ന് തെറ്റിപ്പോയവരൊന്ന് ശ്രദ്ധിച്ചോളുക കേട്ടോ. നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചോളുക. നമുക്ക് വേണ്ടത് പ്രോബിലിറ്റി ഓഫ് വൺ ബീങ് എ ബോയ് ആൻഡ് വൺ ബീങ് എ ഗേൾ ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് വൺ ബോയ് വൺ ഗേൾ കാണണം. നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് വൺ ബോയ് ആൻഡ് വൺ ഗേൾ. വൺ ബോയ് വൺ ഗേളിന്റെ നമ്പർ ഓഫ് പെയേഴ്സ് കാണണം. അതിനുവേണ്ടി നമ്മൾ ടോട്ടൽ പെയേഴ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ബോത്ത് ബോയ്സിന്റെ എണ്ണവും ബോത്ത് ഗേൾസിന്റെ എണ്ണവും ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 2000 മൈനസ് 950 ദാറ്റ് ഈസ് ഈക്വൽ ടു 1050 എന്ന് കിട്ടും. സോ പ്രോബബിലിറ്റി ഓഫ് one being boy and one being a girl, one being boy, one being a girl equal to 1050 divided by 2000. ഇതാണ് അതിന്റെ ആൻസർ വരിക. 1050 divided by 2000. തെറ്റിപ്പോയവര് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യാം. നോട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഫർഹ എവിടെ തെറ്റുപറ്റിയേ? ആഷ്ന ഇനി ശ്രദ്ധിച്ചോളണോട്ട്. അത്രയും ചെയ്തിട്ട് അതിന്റെ ലാസ്റ്റ് ആൻസറിലേക്ക് എഴുതിയില്ല. ആ ലാസ്റ്റ് സ്റ്റെപ്പ് ഇമ്പോർട്ടന്റ് ആണ്, അത് എഴുതാതെ പോരുത് കേട്ടോ. ഓക്കെ, ഫർഹാൻ ബിൻ എന്താ പറ്റിയേ? ഈ ഇത് വൺ ബോയ് വൺ ഗേളിന്റെ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ കിട്ടിയോ? ആ, ഈ ദിയ ബിലാലൊക്കെ ഇപ്പൊ ക്ലാസ്സിൽ പകുതി ദിവസം വരുന്നില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം കേട്ടോ. ദിയ അമാനയൊക്കെ ക്ലാസ്സിന്റെ കണക്ഷൻ വിട്ടുപോകുന്നത്. എല്ലാ ദിവസവും ക്ലാസ്സിൽ പ്രസന്റ് ആവാൻ നോക്കുക, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അതിന്റെ തന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ഫൈനൽ ആക്ടിവിറ്റി. സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യുക. ഹാൻഡ് റൈസ് ചെയ്തോളുക. ഹാൻഡ് റൈസിൽ ഓവർ ചെയ്യുവാണേ. അപ്പൊ ആരാണ് ഫസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുന്ന? ഇന്നത്തെ ഗ്രീൻ ആരാണെന്ന് നോക്കട്ടെ കേട്ടോ.
ഫസ്റ്റ് വൺ അസിൻ റഹീം. അസിനാണ് ഫസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ഇത്തവണ എമിക്കൊക്കെ പോയിന്റ്സ് വന്നിട്ടുണ്ട്. എമിക്കും അഫീഫയ്ക്കും ഒക്കെ. കഴിഞ്ഞ തവണ അവർക്ക് ഒന്നും പോയിന്റ്സ് വന്നില്ലായിരുന്നു. പോയിന്റ്സ് അല്ല, ഹാൻഡ് റൈസിന് നമ്പർ വന്നില്ല. ഇത്തവണയും ഇല്ലാത്ത ആളുകളുണ്ട്. സ്പീഡ് ആവട്ടെ കേട്ടോ. Okay, stop writing and show your notebooks. Stop writing and show your notebooks. കഴിഞ്ഞില്ലേ? അഫ്താബെ പെട്ടെന്ന് നോട്ട്ബുക്ക് കാണിക്കാട്ടോ. ഫർഹാൻ എമ്മേ നോട്ട്ബുക്ക് കാണിക്കാം. അപ്പോ ഇവിടെ വരുന്നത് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അറ്റ്ലീസ്റ്റ് വൺ ബോയ്, അറ്റ്ലീസ്റ്റ് വൺ ബീങ് എ ബോയ് എന്നാണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ നമ്പറും അതിന് മുകളിലോട്ടുള്ള നമ്പറുകളുമാണ് എടുക്കുന്നത്. സോ വൺ ബോയുടെ കേസും ടു ബോയുടെ കേസും ആണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് വൺ ബോയ് വൺ ഗേളിന്റെ പെയേഴ്സും ബോത്ത് ബോയ്സിന്റെ പെയേഴ്സും ആണ് എടുക്കുന്നത്. വൺ ബോയ് വൺ ഗേൾ 1050 ആണ്. ബോത്ത് ബോയ്സിന്റെ കേസ് 450 ആണ്. അപ്പൊ ടോട്ടൽ വരുന്നത് 1500 ആണ്, അല്ലെങ്കിൽ 1500. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1500 ഡിവൈഡ് ബൈ 2000 ആണ്. 1500 ഡിവൈഡ് ബൈ 2000 എന്ന ആൻസർ കിട്ടിയവർക്ക് ഹാൻഡ് റൈസ് കീപ്പ് ചെയ്യാം. 1500 ഡിവൈഡ് ബൈ 2000 എന്ന് കിട്ടിയവർക്ക് ഹാൻഡ് റൈസ് കീപ്പ് ചെയ്യാം. അഫ്താബെ ആൻസർ കാണുന്നില്ല. തെറ്റാലോ അഫ്താബെ? 500ഉം 450 ഒക്കെ ആണല്ലോ ആഡ് ചെയ്തേക്കണേ. ഫുവാദിന്റെ ആൻസർ കാണുന്നില്ല. $1500. ദിയ നാസർ ആൻസർ കാണുന്നില്ല കേട്ടോ. എമിയുടെ ആൻസർ കാണുന്നില്ലല്ലേ? എമിക്ക് 1500. ആ ഓക്കെ, ശരിയാ, 1500. ദിയ നാസറിന്റെ ആൻസർ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കിക്കേ. കാണുന്നില്ല ദിയ. ഇതൊരു വെട്ടം കയറി വന്നിട്ട് ബ്ലർ ആകുന്നു, മൊത്തം ഒന്നും കാണുന്നില്ല. കുറച്ചുകൂടി ഒന്ന് ക്യാമറയുടെ അടുത്തേക്ക് കാണിച്ചേ. കുറച്ചുകൂടി ക്യാമറയുടെ അടുത്തേക്ക് കാണിച്ചേ. ക്യാമറ നീക്കണ്ട, ബുക്ക് നീക്കിയാ മതി. കുറച്ചുകൂടി നീക്ക. ഓക്കെ, ബാക്കിയുള്ള ഒരു നോട്ട്ബുക്ക് താഴെ വെച്ചോട്ടെ. ഇവിടെ 1550 എന്നാണോ ദിയ കിട്ടിയേക്കുന്നേ? 1500 തന്നെയാണ്. എനിക്കത് 950. ഓക്കെ ഓക്കെ, ശരിയാ 1500 തന്നെയാ. ഓക്കെ ഓക്കെ, നോട്ട്ബുക്ക് താഴെ വെച്ചോളൂ കേട്ടോ. അപ്പോ എങ്ങനെയാണ് മിസ്റ്റേക്ക് വന്നത്? എന്തുകൊണ്ടാ അഫ്താബെ അങ്ങനെ എടുത്തത്? 450 ഡിവൈഡ് ബൈ 2000 എന്നും 500 ഡിവൈഡ് ബൈ 2000 എന്നും എടുത്തത്? അറിയില്ല. എന്തുകൊണ്ടാണ് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തൊക്കെയോ എടുത്തു.
അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ, എന്തുകൊണ്ടാണ് ഈ കൺസെപ്റ്റുകളൊക്കെ എടുക്കാൻ കാരണമെന്ന് നോക്കിക്കോ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന അറ്റ്ലീസ്റ്റ് വൺ ബീങ് എ ബോയ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോട്ടോ, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ. അറ്റ്ലീസ്റ്റ് വൺ ബീങ് എ ബോയ്, ഒരെണ്ണം ആരാവണം? ഏറ്റവും കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും ബോയ് ആകണം. അപ്പൊ അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് 1 എന്ന് പറയുന്ന ആ നമ്പറും അതിന് മുകളിലോട്ടുള്ള നമ്പറുമാണ് എടുക്കേണ്ടത്. അതിന് മുകളിലോട്ട് 2 കൂടി എടുക്കാനുള്ളൂ. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞേ, പെയേഴ്സില് 0യും 1ഉം 2ഉം എന്ന് പറയുന്ന 3 നമ്പറുകളെ പോസിബിൾ ആയിട്ടുള്ളൂ. ബട്ട് 1 എന്ന് പറഞ്ഞെടുത്താൽ 1ന് മുകളിലേക്കുള്ളത് 2 മാത്രമേ ഉള്ളൂ. സോ 1 + 2 എന്ന് കൊടുത്തു. അവിടെ ആരാ വരേണ്ടത്? 1 ബോയ് എന്ന് പറയുന്ന കണ്ടീഷനും 2 ബോയ് എന്ന് പറയുന്ന കണ്ടീഷനുമാണ് വരേണ്ടത്. 1 ബോയ് മീൻ ചെയ്യുന്നത് എന്താണ്? 1 ബോയ് 1 ഗേൾ എന്നുള്ള നമ്പർ ഓഫ് പെയേഴ്സ് ആണ്. 1 ബോയ് 1 ഗേൾ എന്ന് പറയുന്ന നമ്പർ ഓഫ് പെയേഴ്സ് പ്ലസ് 2 ബോയ്സ് എന്ന് പറയുമ്പോൾ ബോത്ത് ബോയ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. രണ്ടുപേരും ബോയ്സ് ആണ്. ഒരു പെയർ എഴുതിയാൽ രണ്ടുപേരും ബോയ്സ് എന്ന് പറഞ്ഞാൽ ബോത്ത് ബോയ്സ് എന്നുള്ള മീനിങ് ആണ്. 1 ബോയ് 1 ഗേൾ 1050 ഉള്ളത്, ബോത്ത് ബോയ്സ് 450 ഉള്ളത്. ആഡ് ചെയ്യുമ്പോൾ 1500 വരും. സോ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബീങ് എ ബോയ്, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 being a boy equal to 1 being a boy equal to 1500 divided by 2000. ഇതുപോലെ എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. കിട്ടിയോ ഫർഹാൻ ബിൻ? അഷിയ, ഫഹ്മിദ ഓക്കെ ആണോ? അഫ്താബ് ആൻഡ് ഫർഹാൻ നോട്ട് ചെയ്യുക കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ആക്ടിവിറ്റി എല്ലാവരും ശരിയാക്കാനായിട്ട് ശ്രമിക്കുക, കാരണം നല്ല ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ. നോട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? ദെൻ നമ്മുടെ അടുത്ത ആക്ടിവിറ്റി ഇതാണ്. നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യുക, ഹാൻഡ് റൈസ് ചെയ്തോളുക. ഓക്കെ, ഇനിയുണ്ടല്ലോ ഹാൻഡ് റൈസ് ചെയ്യാനുണ്ടല്ലോ. ആദില, അൻവർ, ഫർഹാൻ, മുഹമ്മദ് ഫുആദ്, അഷ്ഫിയ, ആഷ്നാനീഷ്. Okay, stop writing and show your notebooks. Stop writing and show your notebooks. Adila, Ashnanish. Notebook കാണിക്ക. ആഷ്ന നോട്ട്ബുക്ക് കാണിക്ക. ആദില. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്നത് 1 is asked to say a 2-digit number എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു 2-digit നമ്പർ നമ്മളോട് പറയാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ട ടോട്ടൽ 2-digit നമ്പേഴ്സ്, ടോട്ടൽ പെയേഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 90 ആണ്, 90 ആണ് വരുന്നത്. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീങ് സെയിം? ബോത്ത് ഡിജിറ്റ്സ് സെയിം ആയിട്ട് വരുന്നത് 11, 11, 22, 33, 44, 55, 66, 77, 88, 99. That is 9 by 90 ആണ്. അസിനെ നോട്ട്ബുക്ക് കാണിക്ക.
9/90 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. 9/90 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 9/90 അല്ലെങ്കിൽ അതിനെ ചെറുതാക്കിയാൽ നമുക്ക് 1/10 എന്ന് കിട്ടും. 1/10, 9/90. തെറ്റിപ്പോയി, പലർക്കും തെറ്റിപ്പോയി. 9/90 എന്ന് എഴുതാത്തവരെല്ലാം ഹാൻഡ് റൈസിൽ ഓവർ ചെയ്തോട്ടോ. ഫഹ്മിദയുടെ ആൻസർ കാണുന്നില്ലല്ലോ ഫഹ്മിദ. ഓക്കെ 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 ഓക്കെ, നോട്ട്ബുക്ക് താഴെ വെച്ചോളുക കേട്ടോ. അപ്പൊ ഈ ആക്ടിവിറ്റിയുടെ ആൻസറിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചോ. നമുക്ക് തന്നിരിക്കുന്നത് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. ടോട്ടൽ 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സ് ആണ്. സോ 1 മുതൽ 99 വരെയും 99 നമ്പേഴ്സ് ഉണ്ട്. 1 മുതൽ 9 വരെയുള്ളത് നമുക്ക് വേണ്ട. സോ 9 നമ്പേഴ്സ് നമുക്ക് വേണ്ട. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 നമ്പേഴ്സ് ആണ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ട് വരിക. 2 ഡിജിറ്റുകളും സെയിം ആയിട്ട് വരുന്നത്. നമ്പേഴ്സ് വിത്ത് ബോത്ത് ഡിജിറ്റ്സ് ബീങ് സെയിം. 2 ഡിജിറ്റ്സും സെയിം ആയിട്ട് വരുന്ന നമ്പേഴ്സ്. ബോത്ത് ഡിജിറ്റ്സ് ബീങ് സെയിം ഈക്വൽ ടു 11, 22, 33, 44, 55, then 66, then 77, 88 and 99. ടോട്ടൽ 9 പെയേഴ്സ് ആണുള്ളത്. സോ 9/90 ആണ് അതിന്റെ ആൻസർ വരിക. പ്രോബബിലിറ്റി എന്നിടത്ത് എഴുതണം കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീങ് സെയിം. സെയിം ഈക്വൽ ടു 9/90 എന്ന് കൊടുക്കുക. ബോത്ത് ഡിജിറ്റ്സ് ബീങ് സെയിം ഈക്വൽ ടു 9/90. ഓക്കെ അല്ലേ? ദെൻ തെറ്റിപ്പോയവര് നോക്കി ശ്രദ്ധിച്ച് മാറ്റി എഴുതുക കേട്ടോ. അടുത്ത ആക്ടിവിറ്റി തെറ്റിക്കരുത് കേട്ടോ. ഫുവാദെ, ഫർഹാൻ, അഷിയ തെറ്റിക്കരുത് അടുത്ത ആക്ടിവിറ്റി. ഫഹ്മിദ, ഫഹ്മിദ ഓക്കെയാണ്, ഈ ആക്ടിവിറ്റി ശരിയാക്കി. അഷിയയും ഫുവാദും ഫർഹാനും ആഷ്നിയാണ് തെറ്റിച്ചളഞ്ഞത്. നദിയ, ഏഞ്ചൽ, അതേ ഇരിക്കണു ആൾക്കാര്. അപ്പൊ ശ്രദ്ധിച്ചോളണം കേട്ടോ. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് ശ്രദ്ധിച്ച് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യാം. ഇതാണ് സെക്കൻഡ് ആക്ടിവിറ്റി. ശ്രദ്ധിച്ച് ചെയ്ത് ഹാൻഡ് റൈസ് ചെയ്ത് കൊടുക്കുക. കാണിച്ചേഷ്യ, നോട്ട്ബുക്ക് ഒന്ന് കാണിച്ചേ. തുടങ്ങിയിട്ടില്ല. കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു. എന്നിട്ട് എന്റെ ഹാൻഡ് റൈസ് ചെയ്തേ. അത് ഓഫാണല്ലോ, കുറെ നേരം നോക്കുന്നു. ഓ എന്തേ ഫർഹാൻ?
പറഞ്ഞോ. നൂരാനില്ല. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തേ. ഫുവാദെ ചെയ്ത് കഴിഞ്ഞില്ല? നോട്ട്ബുക്ക് ഒന്ന് കാണിച്ചേ ഫുവാദെ. കാണുന്നില്ലല്ലോ ഫുവാദ്, ഒന്നുകൂടി ഒന്ന് ചേർത്ത് വെച്ചേ. ഒന്നുകൂടി ഒന്ന് എണ്ണി നോക്കിയടാ ശരിയാണോന്ന്. ചെയ്തു കഴിഞ്ഞത് എല്ലാരും വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. നിങ്ങളൊരു 3-4 പേർക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്. ഇവിടെ അസിനൊക്കെ എത്ര നേരം മുന്നേ എഴുതി കഴിഞ്ഞാന്നറിയാമോ? ഫസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്ത് നല്ല ഗ്രീൻ കളറിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുക. എങ്കിലും അവിടെയും ചില സമയം ആൾക്കാർക്ക് നമ്പർ വരാത്തവരുണ്ട്. ആദ്യത്തെ 9 പൊസിഷൻസാ വരുള്ളൂ എന്ന് തോന്നുന്നു നമ്പറുകള്. അതെ, ഫസ്റ്റ് 9 പൊസിഷൻസിനാണ് കേട്ടോ നമ്പർ വന്നിട്ടുള്ളൂ. ബാക്കി ആർക്കും നമ്പർ വന്നിട്ടില്ല. നിങ്ങക്ക് നമ്പർ കാണാമോ ഉള്ളേരെ? അഫ്താബ് എല്ലാവരുടെയും നമ്പർ കാണാമോ? ആദ്യത്തെ 9 പേരുടെ. സഫലിന് എല്ലാവരുടെയും കാണാവോ? കാണില്ലാലോ. കാണില്ല. നമ്പർ കാണണം കേട്ടോ. സ്ക്രീൻ കാണിച്ചിട്ടുള്ള പോയിന്റ്സിന്റെ പോയിന്റ്സിന്റെ സ്ക്രീൻ കാണില്ല. ആ സ്ക്രീൻ അല്ല ഞാൻ ചോദിച്ചേ, ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന പോയിന്റ്സിന്റെ സ്ക്രീനിൽ നിന്ന് ഇല്ലാട്ടോ. അതുകൊണ്ടാണ് ഞാൻ പോയിന്റ്സ് കൊടുക്കാതെ. പോയിന്റ്സ് ആഡ് ആകുന്നില്ല, അതുകൊണ്ട് ഇന്നത് നമ്മള് സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചേ ഹാൻഡ് റൈസിൽ നമ്പർ കാണുന്നുണ്ടോന്ന് ചോദിച്ചേ. ഓക്കെ, അത് പോട്ടെ. എന്തായാലും നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് ഡിജിറ്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് നോട്ട്ബുക്ക് കാണിച്ചേ. ഷോ യുവർ നോട്ട്ബുക്സ്, ഷോ യുവർ നോട്ട്ബുക്സ്, ഷോ യുവർ നോട്ട്ബുക്സ്. അപ്പൊ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 45 നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. 45 നമ്പറുകള് എന്താണ്? ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡിജിറ്റിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്നതാണ്. 45 ഡിവൈഡ് ബൈ 90, 45 ഡിവൈഡ് ബൈ 90 എന്ന ആൻസർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഹാൻഡ് റൈസ് കീപ്പ് ചെയ്തോളുക. 45 ബൈ 90, 45 ഡിവൈഡ് ബൈ 90 അല്ലെങ്കിൽ 1/2 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കിട്ടും കേട്ടോ. 1/2 ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് കീപ്പ് ചെയ്യാം. 45 ഡിവൈഡ് ബൈ 90. ഓക്കെ അല്ലേ? അതെ, ദൂരം ആൾക്കാരൊക്കെ തെറ്റുപറ്റിയ മക്കളെ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. നോട്ട്ബുക്ക് താഴെ വെച്ചോളുക കേട്ടോ കിട്ടിയവരുടെ. നദിയ കബീർ നോട്ട്ബുക്ക് കാണുന്നില്ല. നദിയ കബീർ നോട്ട്ബുക്ക് കാണുന്നില്ല. അതിൽ അബ്ബാസ് ഓക്കെയാണ്. നദിയുടെ ആൻസർ കാണുന്നില്ല കേട്ടോ നദിയ. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളുക കേട്ടോ. എന്താണ്, എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് ശ്രദ്ധിക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ദി ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റിനേക്കാളും ഗ്രേറ്റർ ആണ് സെക്കൻഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്ന ഫസ്റ്റ്. അപ്പൊ നോക്കിക്കേ ഏതൊക്കെയാണ് എന്ന് നോക്കാം. സെക്കൻഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം ഫസ്റ്റ് നമ്പർ. അപ്പൊ ഞാൻ പറഞ്ഞതാണ് 10 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ സെക്കൻഡിനേക്കാളും ഗ്രേറ്റർ ആണ് ഫസ്റ്റ്. 11 എടുത്താൽ പറ്റില്ല, സെയിം നമ്പർ ആണ്. 12 എടുത്താൽ സെക്കൻഡിനേക്കായി ലെസ് ആണ് ഫസ്റ്റ്, അതും പറ്റില്ല. 13, 14, 15 ഒന്നും പറ്റില്ല. ദെൻ നമുക്ക് 20 മുതൽ അടുത്തത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 20 എടുത്താൽ സെക്കൻഡിനേക്കായും ഗ്രേറ്റർ ആണ് ഫസ്റ്റ്. ദെൻ 21 എടുക്കാം. 22 സെയിം ആയി പോകും. 23 മുതൽ എന്താകും? ലെസ് ആകും. ദെൻ 30 എടുക്കാം. 31 എടുക്കാം.
32 എടുക്കാം. സെക്കൻഡ് നമ്പറിനേക്കാളും ഗ്രേറ്റർ ആണ് ഫസ്റ്റ് വൺ. അപ്പൊ 10 to 19 വന്നപ്പോ ഒരു നമ്പറാ വന്നോളൂ. 20 to 29 വന്നപ്പോ 2 നമ്പർ വന്നു. 30 to 39 വന്നപ്പോൾ 3 നമ്പർ വന്നു. അങ്ങനെയാണെങ്കിൽ 40 മുതൽ സ്റ്റാർട്ട് ചെയ്താല് 43 വരെയും വരും, 4 നമ്പറുകളാണ് ഉള്ളത്. ദെൻ 50 മുതൽ സ്റ്റാർട്ട് ചെയ്താല് 54 വരെയും വരും, അവിടെ 5 നമ്പറുകളാണ് ഉള്ളത്. ദെൻ 60 മുതൽ സ്റ്റാർട്ട് ചെയ്താല് 65 വരെയും വരും, 6 നമ്പറുകളാണ് അവിടെ ഉള്ളത്. ദെൻ 70 മുതൽ സ്റ്റാർട്ട് ചെയ്താല് 76 വരെയും വരും, 7 നമ്പറുകളാണുള്ളത്. ദെൻ 80 മുതൽ സ്റ്റാർട്ട് ചെയ്താല് 87 വരെയും വരും, 8 നമ്പറുകൾ. 90 മുതൽ സ്റ്റാർട്ട് ചെയ്താല് 98 വരെയും വരും, അതായത് 9 നമ്പറുകൾ. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എത്രയാണ് നോക്കിക്കേ. 1 + 2 3 ആണ്, 3 + 3 6 ആണ്, 6 + 4. അതായത് ഇതെല്ലാം ഒരു നമ്പറേ ഇവിടെ കിട്ടുന്നുള്ളൂ. ഇവിടെ 2 നമ്പർ കിട്ടുന്നുണ്ട്. ആ നമ്പറുകളുടെ എണ്ണം ആഡ് ചെയ്താൽ മതി. 1 + 2 3, 3 + 3 6, 6 + 4 10, 10 + 5 15, 15 + 6 21, 21 + 7 28, 28 + 8 36, 36 + 9 45 എന്ന് നമുക്ക് ടോട്ടൽ നമ്പേഴ്സ് കിട്ടും. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഡിജിറ്റ്. പ്രോബബിലിറ്റി ഓഫ് first digit is greater than second digit equal to 45 divided by 90 എന്ന് എഴുതി നമുക്ക് എന്ത് ചെയ്യാം, അതിന് ആൻസർ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, തെറ്റിപ്പോയവര് ശ്രദ്ധിച്ച് എഴുതുക. അടുത്ത ആക്ടിവിറ്റി ഇതിലും എളുപ്പമാണ്, ഇതേ മോഡലിൽ തന്നെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. ദെൻ തേർഡ് ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇതാണ് തേർഡ് ആക്ടിവിറ്റി. ഓക്കെ, സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്തോളുക, ഹാൻഡ് റൈസ് ചെയ്തോളുക കേട്ടോ. സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യുക, ഹാൻഡ് റൈസ് ചെയ്യുക. നമുക്ക് സമയം 3 മിനിറ്റ് സമയം കൂടിയാണ് ടോട്ടൽ ഉള്ളത്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഗ്രേറ്ററിന്റെ കൺസെപ്റ്റ് ചെയ്ത പോലെ തന്നെ ലെസ് ചെയ്ത് നോക്കിക്കൊള്ളുക. ഇത് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല, എഴുതി നോക്കാതെ തന്നെ ഇതിലേക്ക് എത്താനായിട്ട് പറ്റൂ കേട്ടോ. ഫർഹാൻ എം എ ഇവിടെ ഒന്നില്ല അല്ലെ? നദിയേനെ വിളിച്ചു കഴിയുമ്പോ നദി എവിടെയായിരുന്നു നദിയ? മിസ്സേ കോളിന്ന് റിമൂവ് ആയിന്നായിരുന്നു കാട്ടണേ. ഞാൻ വിളിച്ചിട്ട് എന്ത് മിണ്ടാതിരുന്നേ? നദിയ ക്ലാസ്സിലുണ്ടായിരുന്ന സമയത്താണ് ഞാൻ വിളിച്ചത്. നദിയ വീഡിയോ ഓൺ ചെയ്യുക, എനിക്ക് ആൻസർ കാണാൻ മിസ്സേ പറ്റുന്നില്ല പക്ഷേ എന്നുള്ളത്. എന്റെ വീഡിയോ ഓൺ ആയിരുന്നു ഇവിടെ. ഓക്കെ, എന്നാലും സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്തോളുക. ഫർഹാൻ ബിൻ ആൻസർ ഒന്ന് കാണിച്ചേ. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചേ ഫർഹാനെ. ഒറ്റയടിക്ക് അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കൺസെപ്റ്റുകളും അവിടെ ആയോ? ആ ഒരു കൺസെപ്റ്റ് മാത്രം, അതായത് ലെസ് ഗ്രേറ്റർ എന്നുള്ള കൺസെപ്റ്റ് മാത്രമാണ് അവിടെ ഉള്ളൂ. സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ക്ലാസ്സിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് ആവാം.
ഓക്കെ, സ്റ്റോപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോ യുവർ നോട്ട്ബുക്സ്. ഇത്രയും സമയമാണ് കേട്ടോ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഇനി എനിക്ക് സമയം തരാനില്ല. സ്റ്റോപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോ യുവർ നോട്ട്ബുക്സ്. ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ചില ആളുകൾ ചെയ്തിട്ടുണ്ടാകും. 90യിൽ നിന്ന് ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ആയിട്ട് വരുന്ന നമ്പർ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്ത് കളയും. അത് കൂടാതെ അത് മാത്രം സബ്ട്രാക്ട് ചെയ്താൽ പോരാ, ബോത്ത് ഡിജിറ്റ്സ് സെയിം എന്നുള്ള കണ്ടീഷനും കൂടി സബ്ട്രാക്ട് ചെയ്യണം. 9 എണ്ണം കൂടി നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ 36 ഡിവൈഡഡ് ബൈ 90 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. എല്ലാവർക്കും 45 ആണ്. മിക്ക ആളുകൾക്കും 45 ആണ്. 36 ആണ് കേട്ടോ അതിന്റെ ആൻസർ. 36 ഡിവൈഡഡ് ബൈ 90 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഹാൻഡ് റൈസിൽ ഓവർ ചെയ്തോ, തെറ്റിപ്പോയവരെല്ലാം ഹാൻഡ് റൈസിൽ ഓവർ ചെയ്തോ. എല്ലാവർക്കും 45 ആ. അതായത് 90ന്ന് ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് എല്ലാം അങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ബോത്ത് ഡിജിറ്റ് സെയിം ആയിട്ടുള്ളത് എവിടെ ഉൾപ്പെടുത്തും? നമുക്ക് ഫസ്റ്റ് നമ്പർ ലെസ് ദാൻ ദി സെക്കൻഡ് ഡിജിറ്റ് എന്ന് ചോദിച്ചിട്ടുള്ള ആ കേസ് മാത്രം മതി. സെയിം വേണ്ട. സെയിം ഉള്ളത് കൂടി നമ്മൾ അതിന്റെ ഒപ്പം എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്ത് കളയണം. ഓക്കെ, ഇതേ ഇവിടെ ചെയ്ത ആളുകളുണ്ട് കേട്ടോ. 36 ഡിവൈഡ് ബൈ 90 അക്സയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ അമൃതയുടെ കാണിച്ചേ. അമൃതയ്ക്ക് 36 ഡിവൈഡ് ബൈ 90 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആ സ്റ്റെപ്സ് ഒന്ന് കാണിച്ചേ അമൃത. എഴുതി കണ്ടുപിടിക്കുകയാണ് ചെയ്ത്. എഴുതി കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, ഇത് എഴുതി കണ്ടുപിടിച്ചേക്കുന്നതുകൊണ്ട് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുവാണെങ്കിൽ ഡിജിറ്റ് സെയിം ആയിട്ടുള്ളത് സബ്ട്രാക്ട് ചെയ്യാൻ വിട്ടുപോകരുത്. ഓക്കെ, നോട്ട്ബുക്ക് താഴെ വെച്ചോളുക കേട്ടോ. ശ്രദ്ധിച്ച് എങ്ങനെയാണ് വന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചോളുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ലെസ് ദാൻ ദ സെക്കൻഡ് ഡിജിറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ലെസ് ദാൻ സെക്കൻഡ് ഡിജിറ്റ്. ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ലെസ് ദാൻ സെക്കൻഡ് ഡിജിറ്റ് എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ നമുക്കിവിടെ 10 എടുക്കാൻ പറ്റില്ല, ഗ്രേറ്ററിൽ പെട്ടുപോയി. 11 എടുത്താൽ സെയിം ഡിജിറ്റാ. 12 എടുത്ത് നോക്കിക്കേ, 12നേക്കായും ലെസ് ആണ് ഫസ്റ്റ് ഡിജിറ്റ്. 13 എടുക്കാം, 14 എടുക്കാം, 15, 16, 17, 18, 19. ടോട്ടൽ എത്ര നമ്പറുകൾ വന്നു? 8 നമ്പറുകളാണ് അവിടെ വന്നത്. 1, 2, 3, 4, 5, 6, 7, 8. ദെൻ 20 എടുക്കാൻ പറ്റില്ല, 21 എടുക്കാൻ പറ്റില്ല, 22 എടുക്കാൻ പറ്റില്ല. 23 മുതൽ എത്ര വരെയും വരും? 29 വരെയും. 7 നമ്പേഴ്സാ വരുന്നത്. ദെൻ 34 മുതൽ 39 വരെയും 6 നമ്പേഴ്സ്. ദെൻ 45 മുതൽ 49 വരെയും 5 നമ്പേഴ്സ്. ദെൻ 56 മുതൽ 59 വരെ 6 നമ്പേഴ്സ്. 6 അല്ല 5 അല്ല 4 നമ്പേഴ്സ്. ദെൻ 67 മുതൽ 69 വരെയും 3 നമ്പേഴ്സ്. ദെൻ 78 മുതൽ 79 വരെയും 2 നമ്പേഴ്സ്. 78, 79 മാത്രമേ ഉള്ളൂ. ദെൻ 89 ഏതാണുള്ളത്? 88 പറ്റില്ല, 89 മാത്രമാണുള്ളത്. അവിടെ ഒരു നമ്പർ. 90 മുതൽ ഏത് നമ്പർ എടുത്താലും കിട്ടില്ല, കാരണം ഗ്രേറ്ററാ വരുന്നത്. 91ന് ഗ്രേറ്ററാ, 92ന് ഗ്രേറ്ററാ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ലെസ്സാ വേണ്ടത്. അപ്പൊ ഇത്രയും നമ്പറുകൾ അവിടെയുള്ളൂ. അപ്പൊ ഏത് വരും? 1, 1 + 2 3, 3 + 3 6, 6 + 4 10, 10 + 5 10, 15, 15 + 6 21, 21 + 7 28, 28 + 8 36. 36 ഡിവൈഡഡ് ബൈ 90 ആണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുക. ഇനി മറ്റൊരു രീതിയിൽ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടോട്ടൽ നമ്പേഴ്സിൽ നിന്നും എന്ത് ചെയ്യണം? 90യിൽ നിന്ന് ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ആയിട്ടുള്ളത് കുറയ്ക്കണം നമ്മള്. അത് അങ്ങനത്തെ 45 എണ്ണം ഉള്ളത് സെയിം ഡിജിറ്റ് കൂടി നമ്മൾ കുറയ്ക്കണം. സെയിം ഡിജിറ്റും കുറയ്ക്കാതിരിക്കരുത്. അപ്പൊ 90 മൈനസ് എത്ര കിട്ടുന്നത്? 54 ആണ് വരുന്നത്. 54 കുറച്ചാൽ 36 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ആ 36 ഡിവൈഡ് ബൈ 90 ആണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ തെറ്റിപ്പോയവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ചോദിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു. Thank you. ഓക്കെ, താങ്ക് യു.